എന്നാശയും നീ മാത്രമെന്നേശുവേ. സന്തോഷവും നിരാശയും നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ 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 യേശുവേ നീ മാത്രമേ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപ് ലോകാവസാനം വരെ മനുഷ്യ മക്കളോടുകൂടി ആയിരിക്കാൻ വേണ്ടി ഈ കുദാശി അവിടുന്ന് സ്ഥാപിച്ചു തന്നു. വാക്കുമാറാത്തവൻ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഹെബ്രായർ 13:8 നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ, മാറ്റമില്ലാത്തവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ശരീരത്തിന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയെന്നാണ്. ലൂർദ് പോലുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലാണ്. ധ്യാന മന്ദിരങ്ങളിലും ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലാണ്. ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ആയിരിക്കും എന്ന് വാഗ്ദാനം ചെയ്തവൻ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിരവധി അത്ഭുതങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. വരണ്ട നിലത്തിലൂടെ എന്നതുപോലെ ചെങ്കടലിലൂടെ അവർ കടന്നു വന്നതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം പിറുപിറുത്തു, ദൈവദൂഷണം പറഞ്ഞു. വലിയ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി, അനേകരും മരിച്ചു വീണു. മോശ മുന്നോട്ട് വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. 6 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങളുടെ തെറ്റ് ഒരു വ്യക്തി കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അത് സ്വീകരിച്ച് ആ ജനത്തോട് ദൈവം കരുണ കാണിച്ചു. നമ്മുടെ പൂർവികർ പലരും സഭയെ സ്നേഹിക്കുകയും ദേവാലയങ്ങൾ പണിയിച്ചു കൊടുക്കുകയും വൈദികരെ ശുശ്രൂഷിക്കുകയും പല നന്മ പ്രവൃത്തി ചെയ്ത് കടന്നുപോയവരുണ്ട്. അവരുടെ നാമത്തിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. പിതാക്കന്മാരുടെ നന്മയ്ക്ക് 1000 തലമുറ വരെ കരുണയൊഴുക്കുന്ന ദൈവം. നിർഭാഗ്യവശാൽ ചിലരെങ്കിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കൊലപാതകം ചെയ്യുകയോ, ഒരു സഹോദരി, ബുദ്ധിവൈകല്യമുള്ളൊരു സഹോദരിയാണ്, സ്വത്ത് വീതം വയ്ക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ആ സഹോദരിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. സ്വത്തിനു വേണ്ടി അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ പെരുവഴിയിൽ ഇറക്കി വിടുന്നു. സ്വന്തം സഹോദരൻ്റെ വസ്തു കള്ളപ്രമാണമുണ്ടാക്കി തട്ടിച്ചെടുക്കുന്നു. സ്വന്തം അപ്പനെ ഭീഷണിപ്പെടുത്തി സ്വത്ത് കൈക്കലാക്കുന്നു. ആ കുടുംബത്തിൽ ചില തകർച്ചകൾ കടന്നു വരിക.
വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ ശാപം തുടച്ചു മാറ്റും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഗലാത്യ 3:13 പറയുകയാണ്, നമ്മെ പ്രതി യേശു ശപിക്കപ്പെട്ടവനായി കുരിശുമരണം തിരഞ്ഞെടുത്തു. അങ്ങനെ സകല പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും യേശു ക്രിസ്തു വഴി തൻ്റെ മക്കളെ അവിടുന്ന് മോചിപ്പിക്കുന്നു. ഏതെങ്കിലും പൂർവികരായിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ നിരപരാധികളായി നമ്മൾ സഹിക്കണം എന്നല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കാൽവരി മരണം വഴി, ആ യേശു ക്രിസ്തു വഴി നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളും പൂർവികരും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും വഴി വന്നുപോയ എല്ലാ അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും ജീവജാലങ്ങളെയും വസ്തുവകളെയും സംരക്ഷിക്കണമേ. ചില കുടുംബത്തിൽ ഒരു സഹോദരൻ പറയുമായിരുന്നു, ഒരു 2 തലമുറയായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ദേവാലയത്തിൽ വെച്ച് വിവാഹം ആശീർവദിച്ചയക്കാൻ സാധിച്ചിട്ടില്ല. അന്യസമുദായത്തിൽപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെട്ടിറങ്ങിപ്പോകുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. മറ്റു ചിലരാണ് തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ധ്യത, തലമുറയായിട്ട് ചില മാരക രോഗങ്ങൾ വേട്ടയാടുന്നു, തലമുറയായിട്ട് ആത്മഹത്യ, ചില വീട്ടിൽ പാമ്പ്, ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യം, മൃഗങ്ങൾ വാഴാത്ത അവസ്ഥ, കൂടെ കൂടെ അപകട മരണങ്ങൾ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കണ്ട. അസ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചിലതുണ്ട്, അതിനെ സ്വാഭാവികം എന്ന് വിളിച്ച് തള്ളിക്കളയണ്ട. അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരിലോ ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം ആ കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ഈ ഭാഗം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. കർത്താവേ, ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും ജീവജാലങ്ങളെയും വസ്തുവകളെയും വരുമാന മാർഗത്തെയും അങ്ങയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സങ്കീർത്തനം 34:7 ദൈവഭക്തനു ചുറ്റും മാലാഖമാര് പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ വരുമാന മാർഗത്തിന് സംരക്ഷണം നൽകണമേ. ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകണമേ. രോഗപീഠകളിൽ നിന്ന് സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഉള്ളിൽ തട്ടി എൻ്റെ ദൈവമേ എന്നുള്ള അന്ധൻ യാചകൻ പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് ശാസിച്ചപ്പോഴും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, യേശു പെട്ടെന്ന് നിന്നിട്ട് തകർന്ന ഹൃദയത്തെ കടന്നു പോകാൻ ഈശോയ്ക്ക് സാധിക്കില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അല്പസമയം നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിട്ടുകൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് വലിയ അത്ഭുതങ്ങൾ, ആ സ്തുതിപ്പിൻ്റെ സമയത്ത് യേശുവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം, സൗഖ്യപ്പെടുത്തുന്ന ആ സ്നേഹം, അത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എവിടെയെല്ലാം ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി, സൗഖ്യദായകമായ ശക്തി, സകലവിധ പാപശാപങ്ങളിൽ നിന്ന്, പൈശാചി വീടുകളിൽ നിന്ന് ദൈവജനത്തെ മോചിപ്പിക്കുന്ന, സുഖപ്പെടുത്തുന്ന ആ ശക്തി ഇതാ വർഷിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സ്വരമേരട്ടെ, സ്വരമേരട്ടെ, സ്വരമേരട്ടെ. ഭാഷാപരമുള്ളവർ ഭാഷാർത്ഥത്തിൽ പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് കടന്നു വരണമേ. രോഗികളെ സ്പർശിക്കണമേ. ഭവനങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അകറ്റണമേ. തലമുറ തലമുറയായി കടന്നു വന്ന
പാപശാപ ബന്ധനങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് Hallelujah, hallelujah, hallelujah. ഈ പ്രിയങ്കരോ സൗഖ്യക്കാരിമൻ പുരീശ്വര സൗഖ്യ പുരിഹാന്തരോ സൗഖ്യക്കാരിമൻ ഈ ഹാന്തരോ സൗഖ്യക്കാരിമൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ യേശുവേ നന്ദി കർത്താവേ യേശുവേ നന്ദി ഹല്ലേലൂയ 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 ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമത് നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. ഓ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 23 പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. എന്ന് വെച്ചാൽ വരുമാനമാർഗം, കച്ചവടമാകാം, കൃഷിയാകാം, അത് പരാജയമാണ്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നഗരം ദരിദ്രനെ ധനികനാക്കിയ സ്ഥലമാണ്, പല ധനികരെയും ദരിദ്രരാക്കിയ സ്ഥലവുമാണ് നഗരമെന്ന് പറയുന്നു. ദൈവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ്റെ വരുമാന മാർഗം എന്താണ്, അതിനെയാണ് ദൈവം ആശീർവദിക്കുന്നത്. 5000-ൽ പരം പുരുഷന്മാർ ഭക്ഷിക്കാനൊന്നുമില്ല, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും, അതിൻ്റെ അടികൾ കൊണ്ടുവരുവിൻ. നിങ്ങളുടെ വരുമാനം എന്താണ്, മാർഗം എന്താണ്? ഒരു തയ്യൽ കടയാണ്, ഒരു പശുവാണ്. എന്താണ് നമ്മുടെ വരുമാന മാർഗം? ഏതാണ് നമുക്ക് അറിയുന്ന തൊഴിൽ? അതിനെയായിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കണം, അവിടെ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും.
പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ നമ്മൾ ഇതുപോലെ ആരാധന നടത്തുമ്പോൾ പകർച്ചവ്യാധി കൊണ്ടൊക്കെ നാട്ടിൽ പകർന്നു പിടിക്കുന്ന സമയത്തൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ ആരാധിച്ചാൽ അതെല്ലാം ദൈവം തടയിടും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടായിരിക്കുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ദുർമരണങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒരു സ്ഥലത്തൊരു സഹോദരൻ പറയും, ഞങ്ങൾ 12 മക്കളായിരുന്നു, അതിൽ 10 പേരും മരിച്ചുപോയി. ഒന്നും സ്വാഭാവിക മരണമായിരുന്നില്ല, ദുർമരണങ്ങളായിരുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് ഞാൻ ദീർഘായുസ് തരും. തിരുവചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. ആദിമസഭയിലും വലിയ പീഡനമുണ്ടായിരുന്നു സഭയ്ക്ക്. അപ്പസ്തോല പ്രവർത്തനം 4 യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മിണ്ടിപ്പോകരുതെന്ന് അവരെ ശാസിച്ചു, താക്കീത് ചെയ്തു. അവർ സമൂഹത്തിൽ വന്ന് ആ കാര്യങ്ങൾ വിവരിച്ചു. സുവിശേഷ വില തടസ്സമാണ്, ഭീഷണിയുണ്ട്, ജീവന് തന്നെ അപകടമുണ്ട്. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സമസ്ത വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ. ഇങ്ങനെ പോകുന്നവരുടെ പ്രാർത്ഥന 30-ാമത്തെ വാക്യത്തിൽ അവരാവശ്യപ്പെട്ടു, അവിടുത്തെ പരിശുദ്ധാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. 31-ാമത്തെ തിരുവചനം പറയുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രഘോഷിച്ചു. ഈ ആരാധനാവേളയിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഇതിൽ സഹകരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും നമ്മളിവിടെ സ്തുതിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവുണ്ട് അവർ നിറയണം, അവരുടെ ബന്ധനങ്ങൾ നീങ്ങണം. എന്തിനു വേണ്ടി അവർ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകണം. ആ ആശയം മനസ്സിൽ സൂക്ഷിച്ച് സ്വരമുയർത്തി കരമുയർത്തി ഭാഷാപനമുള്ള ഒരു ഭാഷാപനത്തിൽ വിട്ടുകൊടുത്ത് സ്തുതിക്കുക. സ്തുതിപ്പിൽ കെട്ടുകൾ അഴിയും, അത്ഭുതങ്ങൾ നടക്കും, വിടുതലുണ്ടാകും, പൈശാചി പീഡകൾ വിട്ടുപോകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജിബ്രി ഹാർദറോസോ ജിസ്ലോരിമൻ ബ്രുസിൽ ജുരി ഹാർദറോസോ ജിസ്ലോരിമൻ ബ്രുസാൽ റഹലബിലോസി ജിസ്നോഷിലാലമൻ ജുരി ഷലാര ഷൗദി സ്ലോരിമൻ ദെഹാൻദലോസോ ജിസ്നോരിഷംസി റഹലബിലോസി ജിസ്നോരിഷംസി ജുരി ഷലാര ഷൗദി സ്ലോരിമൻ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, സ്വരമുയരട്ടെ, ദൈവസ്തുതിയുടെ സ്വരമുയരട്ടെ. ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, തിരുസഭ അനുഗ്രഹിക്കപ്പെടട്ടെ, യൂറോപ്പ് അനുഗ്രഹിക്കപ്പെടട്ടെ, യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യുരീസിജോസിലാരമൻ ദിഹാൻദലോസജിലോരിമൻ റഹലബിലോസി യുരീഷലാര ചൗദീസ്ലോരിമൻ റഹബിലോസിജിലോരിമൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ശ്രീഹാർദലോസജിലോരിമൻ സൗഹാർദലോസജിലോരിമൻ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗാണുക്കൾ നശിക്കട്ടെ. യുരീസിജിലോരിമൻ. ക്യാൻസർ രോഗികൾ, വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കടഭാരങ്ങൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ജലഹോലി സറോഷിലാരമൻ ദിഹാൻദലോസജിലോരിമൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യെരൂശലേം ഷൗദി ദിഹാൻദലോസജിലോരിമൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. യെരൂശലേം ഷൗദി യുരീസിജിലോരിമൻ ദിഹാൻദലോസജിലോരിമൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നേ. കൈയടിച്ച് പാടാം, കൈയടിച്ച് പാടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും,
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അന്ധനായ മനുഷ്യനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യാചകനാണ്, ബൈബിൾ പറയുന്നുണ്ട്, അന്ധനാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ലോകത്തിലെവിടെയും ഈ ആരാധനയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മകനോടും മകളോടും യേശു ഇന്ന് ചോദിക്കുന്നുണ്ട്, മകനെ മകളെ, നിൻ്റെ ജീവിതത്തിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അന്ധനാണ്, യാചകനാണ്, ഒരു വലിയ ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഒറ്റ കാര്യമാണ് അവൻ ആവശ്യപ്പെട്ടത്, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും ദൈവം ചോദിക്കുകയാണ്, മകളെ, നിൻ്റെ ഉറക്കം കെടുത്തുന്ന എന്തിനെക്കുറിച്ചാണ് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ നീ അസ്വസ്ഥനാകുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെത്ര വലിയ പ്രശ്നമാകട്ടെ, വിശ്വാസത്തോടെ സമർപ്പിക്കുക. പിന്നീടുള്ള നാളുകളിൽ അതേ അവസ്ഥയിൽ കഴിയുന്ന ആയിരങ്ങളുടെ സാക്ഷ്യത്തിനായിട്ട് അതിവിടെ സാക്ഷിയമ്മയെ മാറട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ മാനുഷിക ബുദ്ധി കടന്നു വരണ്ട്, അത് പാതാളം പോലെ അഗാധമായിക്കൊള്ളട്ടെ. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? മറ്റൊരു ചോദ്യമാണ് യേശുവിൻ്റെ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? ഉത്തരം കൊടുക്കുക. ധാരാളം വിശുദ്ധരെ സമ്മാനിച്ച യൂറോപ്പ് ദയനീയ അവസ്ഥയിലാണ്. യൂറോപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണാലും അവൻ എഴുന്നേൽക്കണം. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരണം. കണ്ണീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സഭയെ വിഭജിച്ചു, ദേവാലയങ്ങൾ പിടിച്ചെടുത്തു. ഇന്ന് ആ ദേവാലയങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നു. ഹോട്ടലായിട്ട് ബാറ് വിളമ്പുന്ന ചില ദേവാലയങ്ങളിൽ. ആ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്താണോ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾ ഏതെല്ലാം രാജ്യത്ത് ജോലി ചെയ്യുന്നു അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തടവറയിൽ കഴിയുന്ന മക്കൾ നിരപരാധിയായിരിക്കാം, തെറ്റ് ചെയ്തവരായിരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊതിക്കുന്നു. 4-5 വർഷമായിട്ട് കുർബാന പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കള്ളക്കേസിൽ കുടുങ്ങി കഴിയുന്നവർ നിരപരാധിയാണ്, അവരുടെ കണ്ണീര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പ്രത്യേകിച്ച് നമ്മുടെ കേരളം 8ലും 9ലും പഠിക്കുന്ന മക്കൾ പോലും മദ്യത്തിലേക്ക് വഴുതി വീഴുന്നു. ഇവരിൽ നിന്നാണ് നാളെ ഉദ്യോഗസ്ഥർ വരേണ്ടത്, ഇവരിൽ നിന്നാണ് നാളെ നേതാക്കന്മാർ വരേണ്ടത്. ഈ അവസ്ഥ മനസ്സിലാക്കി കണ്ണീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ സാധിക്കൂ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. പല മക്കളും ദുശീലം ശീലിക്കുന്ന സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലിരുന്ന് സഭയെ വിമർശിക്കുന്നു, വൈദികരെ വിമർശിക്കുന്നു. ആ കുട്ടികളിൽ ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവെ, ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കിയ തിരക്തത്താൽ നാം തിരക്തത്തിൻ്റെ യോഗ്യത കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവെ,
ദൈവമേ, ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്ത കണ്ണീരോടുകൂടി കഴിയുന്ന കുടുംബങ്ങളെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചില വ്യക്തികളുടെ വഴിവിറ്റ ജീവിതം കൊണ്ട് കണ്ണുനീര് ഒഴുക്കുന്ന അമ്മമാരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യമാരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിതം കൊണ്ട് കണ്ണുനീര് കുടിക്കുന്ന അനാഥരായിത്തീരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈ രാത്രിയിലാണ്ട് കരുണ ലോകം മുഴുവൻ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതി നിഷേധിക്കപ്പെട്ടവര്, ജോലി നഷ്ടപ്പെട്ടവര്, ചില കേസിൽ കുടുങ്ങി വർഷങ്ങളായി നാട്ടിൽ വരാൻ പറ്റാത്തവര് സമർപ്പിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മടക്ക യാത്രയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വരുമാന മാർഗത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കെന്ന് ആവശ്യപ്പെട്ട ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രസ്ഥാനത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഇവിടെ വിവിധ ശുശ്രൂഷകളായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് സ്വരമുയർത്തി കരമുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സമാപന ആശീർവാദത്തിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം. ചൊരിഞ്ഞ എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുത കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ, ധാരാളം സാക്ഷികൾ ഉണ്ടാകട്ടെ കർത്താവേ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ, സഭ ഉണരട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങട്ടെ കർത്താവേ, ദൈവജനത്തിന്റെ വഴിയിലെ തടസ്സങ്ങൾ നീങ്ങട്ടെ. വിവാഹ തടസ്സങ്ങൾ, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവര്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര്, സമാധാനം കാക്ഷിക്കുന്നവര്, കരുണയായിരിക്കണം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. നമുക്ക് സാധിക്കുന്നവർക്ക് മുട്ടുകുത്തി മൗനമായിട്ട് അല്പസമയം നമ്മുടെ നിയോഗങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കാം. നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുവെന്നറിഞ്ഞപ്പോൾ വരാൻ പറ്റാത്ത പലരും നിങ്ങളോട് പ്രാർത്ഥന അവസാനം ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഓരോ ശുശ്രൂഷകൾ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ചില നിയോഗങ്ങൾ പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ടാകുമല്ലോ. ചില വ്യക്തികളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവരോർത്ത് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്ത ആദ്യ വെള്ളിയാഴ്ച നമ്മളോട് സമ്മേളിക്കുമ്പോൾ വചനം പങ്കുവയ്ക്കുന്നവർ, കടന്നു വരുന്ന മക്കൾ, അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിനു മുൻപ് ഇവിടെ വചനം പങ്കുവെച്ച് കടന്നുപോയവരെ നമുക്ക് ഓർക്കാം. ഒരു ദിവസമെങ്കിലും ഈ ആരാധനയിൽ ഇവിടെ വന്നോ അവരായിരിക്കുന്ന സ്ഥലത്തിന് സഹകരിച്ചിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ഓരോ മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഒരുക്കി ഈ വലിയ സംവിധാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. നമുക്ക് നമ്മുടെ മടക്കയാത്രയും നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും കർത്താവിന് സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ഓരവരെ
നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നു മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക്. പ്രിയനേ എന്റെ സുനായകനേ, എപ്പോൾ വരും വൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും എൻ